ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് നമ്മുടെ മൊഡ്യൂൾ 2ൻ്റെ ആദ്യത്തെ യൂണിറ്റിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ യൂണിറ്റ് നമുക്ക് സം പോപ്പുലർ സയൻറ്റിസ്റ്റ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് ടു ദ എവല്യൂഷൻ ഓഫ് കെമിസ്ട്രി ആണ്. ഇവിടെ 10 സയൻറ്റിസ്റ്റിന്റെ പേരുകൾ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 10 സയൻറ്റിസ്റ്റുകളെ കുറിച്ചും പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് സം പോപ്പുലർ സയൻറ്റിസ്റ്റ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് ടു ദ എവല്യൂഷൻ ഓഫ് കെമിസ്ട്രി. ഓക്കെ, അപ്പൊ ആ 10 സയന്റിസ്റ്റിനെയും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ഓർഡറിലാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ ആദ്യം റോബർട്ട് ബോയിലാണ്, ഹു ഫോർമുലേറ്റഡ് ബോയിൽസ് ലോ റിഗാർഡിംഗ് ഗ്യാസ് പ്രഷർ ആൻഡ് വോളിയം. ആദ്യത്തെ വൺ ഓഫ് ദ ഫസ്റ്റ് സയന്റിസ്റ്റ് ആണ് റോബർട്ട് ബോയിൽ. പിന്നുള്ളതാണ് ഫസ്റ്റ് കെമിസ്റ്റ് ആണ് റോബർട്ട് ബോയിൽ. പിന്നത്തേതാണ് ജോസഫ് പ്രീസ്ലി, ഹു ഡിസ്കവേർഡ് ഓക്സിജൻ. അപ്പോൾ നമുക്ക് ചില സ്ഥലത്ത് ഷീലാണ് ഓക്സിജൻ ഡിസ്കവർ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജോസഫ് പ്രീസ്ലിനെയാണ് ഓക്സിജന്റെ ഡിസ്കവറിക്ക് നമ്മൾ എല്ലാവരും ഐഡന്റിഫൈ ചെയ്യുന്നത്. ആൻഡ് ഹി ഡിസ്കവേർഡ് സെവറൽ അതർ ഗ്യാസസ് ഓൾസോ. അടുത്ത ആളാണ് ലാവോയ്സിയർ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി, who established the law of conservation of mass and helped reform chemical nomenclature. അത് കഴിഞ്ഞ് വരുന്ന സയന്റിസ്റ്റ് ആണ് അവോഗാഡോ. നമുക്ക് എല്ലാവർക്കും അറിയാം അവോഗാഡോസ് നമ്പർ. ആ നമ്പർ കണ്ടുപിടിച്ച ആളാണ് ഈ അവോഗാഡോ. ഇത് കഴിഞ്ഞ് ജോൺ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഇതൊക്കെ നിങ്ങൾ ഇതിന് മുന്നത്തെ മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടത് ഫ്രെഡറിച്ച് വൂളറിനെയാണ്. അപ്പോൾ ഈ വൂളറാണ് ഓർഗാനിക് മോളിക്യൂൾസിനെ ഇനോർഗാനിക് സബ്സ്റ്റൻസിൽ നിന്ന് നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചു. പിന്നുള്ളതാണ് മെൻഡലി. നമുക്ക് എല്ലാവർക്കും അറിയാം, പീരിയോഡിക് ടേബിളിന്റെ ഉപജ്ഞാതാവാണ് മെൻഡലി. അത് കഴിഞ്ഞ് വരുന്ന സയന്റിസ്റ്റ് ആണ് ജെ തോംസൺ, ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്ത ആളാണ്. പിന്നെ നമുക്കറിയാം മേരി ക്യൂറിയാണ്, വൺ ഓഫ് ദ ഫസ്റ്റ് വുമൺ സയന്റിസ്റ്റ് ആണ് മേരി ക്യൂറി, ഹു റിസീവ്ഡ് നോബൽ പ്രൈസ്. പിന്നെ വന്ന ഏറ്റവും റീസെന്റ് ആയിട്ട് ഏറ്റവും മോഡേൺ കെമിസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലിനസ് പോളിംഗ് ആണ്, who made significant contributions to quantum chemistry and molecular biology and won 2 unshared Nobel Prizes. ഒറ്റയ്ക്ക് 2 നോബൽ പ്രൈസ് നേടിയ ആളാണ് ലിനസ് പോളിംഗ്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോരുത്തരെയും ഓരോന്നായിട്ട് കാണാം. ആദ്യത്തെ സയന്റിസ്റ്റ് ആണ് റോബർട്ട് ബോയിൽ. റോബർട്ട് ബോയിലിന്റെ ഫോട്ടോ ഒന്നും അവൈലബിൾ അല്ല, ആ കാലത്ത് ഫോട്ടോ ഇല്ല. ഇത് ഒരു പെൻസിൽ ഡ്രോയിങ് ആണ്. റോബർട്ട് ബോയിലിന്റെ ഡ്രോയിങ് ആണ്. ഇങ്ങനെയാണ് റോബർട്ട് ബോയിൽ ഇരുന്നിരുന്നത്. റോബർട്ട് ബോയിൽ ഈസ് ഓഫൺ റെഫർഡ് ടു ആസ് ദ ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. പലയിടത്തും കഴിഞ്ഞ ദിവസം യദുകൃഷ്ണനോട് ചോദിച്ചായിരുന്നു ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. പല സ്ഥലത്തും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ലാവോയ്സിയറിനെയാണ്. ആൻഡ് ഹി പ്ലേഡ് എ ട്രാൻസ്ഫോർമേറ്റീവ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് കെമിസ്ട്രി. His work laid the foundation for scientific methodology in chemical sciences. അതുവരെ ഇല്ലാത്ത ഒരു മെത്തഡോളജി കൊണ്ടുവരാൻ റോബർട്ട് ബോയിലിന് സാധിച്ചത് കൊണ്ടാണ് പലരും അദ്ദേഹത്തെ മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിനെ അല്ല ഐഡന്റിഫൈ ചെയ്യുന്നത്, ലാവോയ്സിയറിനെയാണ്. വാട്ട് ആർ ബോയിൽസ് കോൺട്രിബ്യൂഷൻസ് ടു കെമിസ്ട്രി? ഇപ്പൊ നമുക്ക് കാണാം, 2 സ്ലൈഡുകളിലൂടെയായി 3 തരം കോൺട്രിബ്യൂഷൻസ് ആണ് കെമിസ്ട്രിയുടെ എവല്യൂഷന് വേണ്ടി ബോയില് തന്നിട്ടുള്ളത്. ആദ്യത്തേതാണ് ബോയിൽസ് ലോ. It describes the inverse relation between pressure and volume of a gas at constant temperature. Pressure is inversely proportional to volume എന്നുള്ള ആ ഒരു കണ്ടുപിടുത്തമാണ് ബോയിൽസ് ലോ. അതിനെ നമുക്ക് PV is a constant എന്ന് പറയാം. ഇറ്റ് ഈസ് ഫണ്ടമെന്റൽ ടു ദി സ്റ്റഡി ഓഫ് ഗ്യാസസ് ആൻഡ് തെർമോഡൈനാമിക്സ്. ഈ ഒരു ലോയെ ബേസ് ചെയ്തിട്ടാണ് ഗ്യാസിനെ കുറിച്ചും തെർമോഡൈനാമിക്സിനെ കുറിച്ചും പഠിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു ഫണ്ടമെന്റൽ ലോ എന്ന് പറയുന്നത്. ഇദ്ദേഹം എഴുതിയൊരു ബുക്കിന്റെ പേരാണ് ദ സ്കെപ്റ്റിക്കൽ കൈമിസ്റ്റ്, എ ബുക്ക് ദാറ്റ് ക്രിട്ടിസൈസ് ദ അരിസ്റ്റോട്ടീലിയൻ കൺസെപ്റ്റ് ഓഫ് ദ 4 എലമെന്റ്സ്. അപ്പൊ ഇദ്ദേഹം വരുന്നതിന് മുന്നേ വരെ അരിസ്റ്റോട്ടലിന്റെ കൺസെപ്റ്റ് ആണ്, അതായത് ദ ഹോൾ മാറ്റർ ഈസ് മെയ്ഡ് ഓഫ് എർത്ത്, എയർ, ഫയർ ആൻഡ് വാട്ടർ. ഈ 4 എലമെന്റ്സ് കൊണ്ടാണ് ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതിനെയാണ് അരിസ്റ്റോട്ടീലിയൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്.
And he proposed a definition of elements as substance that cannot be broken down further by chemical means. എന്നിട്ട് ഇദ്ദേഹം ബോയിൽ ഈ ബുക്കിൽ പറയുന്നത് ഇങ്ങനെയല്ല, ഓരോ സബ്സ്റ്റൻസിനെയും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റാത്ത ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദേ ആർ കോൾഡ് എലമെന്റ്സ്. അപ്പൊ അങ്ങനെ എലമെന്റ്സ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് റോബർട്ട് ബോയിലാണ്, അദ്ദേഹത്തിന്റെ സ്കെപ്റ്റിക്കൽ കൈമിസ്റ്റ് എന്ന ബുക്കിൽ. ആൻഡ് ദിസ് ബുക്ക് മാർക്ക് ദ ഷിഫ്റ്റ് ഫ്രം ആൽക്കെമി ടു മോഡേൺ കെമിസ്ട്രി. അതുവരെ ആൽക്കെമി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ ആൽക്കെമി എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഷിഫ്റ്റ് ഫ്രം ആൽക്കെമി ടു മോഡേൺ കെമിസ്ട്രി കൊണ്ടുവന്നത് ഈ ബോയിലാണ്. അതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ. മൂന്നാമത്തെ കോൺട്രിബ്യൂഷൻ ഈസ് എംഫസിസ് ഓൺ എക്സ്പെരിമെന്റൽ സയൻസ്. ഒരു എക്സ്പെരിമെന്റ് ചെയ്താൽ അതെങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ബോയിലിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. He advocated for repeatable experiments to verify hypothesis. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെന്റ് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ അത് റിപ്പീറ്റബിൾ ആയിരിക്കണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഹൈപ്പോത്തസിസ് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ് ബോയിലിന്റെ തേർഡ് കോൺട്രിബ്യൂഷൻ. He used precise measurements and systematic documentation. മെഷർമെന്റ്സ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എടുക്കണമെന്നും അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യണമെന്നും. ഇപ്പം നമ്മൾ ലാബിൽ ചെല്ലുമ്പോൾ അറിയാലോ, നമ്മൾ ഓരോ വെയിറ്റും നമ്മൾ എടുക്കുന്ന വെയിറ്റുകളെല്ലാം നമ്മൾ നോട്ട് ചെയ്യുന്നു, ഓരോ പ്രാവശ്യവും എടുക്കുന്ന വോളിയം നമ്മൾ നോട്ട് ചെയ്യുന്നു. അപ്പൊ അതൊരു സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ ഉണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റേഷന്റെ ഇമ്പോർട്ടൻസും സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കി കൊടുത്തത് ബോയിലിന്റെ അടുത്തൊരു കോൺട്രിബ്യൂഷനാണ്. ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഇൻട്രൊഡ്യൂസ് റിഗർ ആൻഡ് ഒബ്ജക്ടിവിറ്റി ടു കെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പൊ നമുക്ക് കെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി സയന്റിസ്റ്റിന്റെ ഇടയിൽ കൊണ്ടുവരുന്നതിന് ബോയിലിന് ഒരു വലിയ പങ്ക് ഉണ്ട്. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് ബോയിലിന്റെ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ. ഒന്ന് ബോയിൽസ് ലോ, രണ്ടാമത്തത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ഷിഫ്റ്റ് ഫ്രം ആൽക്കെമി ടു മോഡേൺ കെമിസ്ട്രി, എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞതാണ്. മൂന്നാമത്തത് ഡോക്യുമെന്റേഷനും നമ്മുടെ റിപ്പീറ്റബിൾ എക്സ്പെരിമെന്റ്സും. ഇതാണ് ബോയിലിന്റെ കോൺട്രിബ്യൂഷൻ. അപ്പൊ ഈ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ് എവല്യൂഷൻ ഓഫ് കെമിസ്ട്രിയിൽ അഫക്ട് ചെയ്തത്? It resulted in the separation of chemistry from alchemy, rejected mystical and speculative approaches. ഈ അരിസ്റ്റോട്ടീലിയൻ അപ്രോച്ചസ് പോലെയുള്ള സ്പെക്യുലേറ്റീവ് ആൻഡ് ഇമാജിനറി കാര്യങ്ങളെ ഇത് റിജക്റ്റ് ചെയ്തു. ആൻഡ് ഫോക്കസ്ഡ് ഓൺ എംപിരിക്കൽ എവിഡൻസ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ്സ്. എക്സ്പെരിമെന്റൽ റിസൾട്ട് കൊണ്ടും കൃത്യമായിട്ടുള്ള പ്രൂഫ് കൊണ്ടും മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളൂ എന്ന് ഉള്ള കൺസെപ്റ്റ് കൊണ്ടുവരികയും അങ്ങനെ കെമിസ്ട്രിയെ ആൽക്കെമിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. And he gave the foundation for atomic theory. നമ്മൾ എലമെന്റ്സ് എന്ന് പറഞ്ഞില്ലേ, his ideas about elements and matter influenced later scientists including ജോൺ ഡാൾട്ടൺ. അപ്പൊ ഡാൾട്ടണ് അറ്റോമിക് തിയറി കൊണ്ടുവരാനുള്ള ഇൻസ്പിറേഷൻ ഈ ബോയിലിന്റെ എലമെന്റ്സ് എന്നുള്ള കൺസെപ്റ്റാണ്. ഇനി ഗ്യാസ് ലോസിനേക്കുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടല്ലോ, ബോയിൽസ് ലോ. അപ്പൊ ബോയിൽസ് ലോ പേവ് ദ വേ ഫോർ ഫർദർ റിസർച്ച് ഇൻ ടു ഗ്യാസസ് by scientists like Charles and Gay-Lussac. ചാൾസ് ലോയും ഗേ-ലുസാക്സ് ലോയും ഒക്കെ കൊണ്ടുവന്നത് ഈ ബോയിൽസ് ലോയുടെ പിന്നാലെയാണ്. അപ്പൊ ബോയിൽസ് ലോ ആയിരുന്നു ആ ഫണ്ടമെന്റൽ ലോ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി എങ്ങനെയാണോ ആ ബോയിൽസ് ലോ ഡെറൈവ് ചെയ്തത് അതുപോലെ ചാൾസ് ലോയും ഗേ-ലുസാക്സ് ലോയും കൊണ്ടുവരികയാണ് ചെയ്തത്. അതാണ് അദ്ദേഹത്തിന്റെ ഇമ്പാക്ട് ഓൺ എവല്യൂഷൻ ഓഫ് കെമിസ്ട്രി. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, റോബർട്ട് ബോയിൽസ് വർക്ക് ഫണ്ടമെന്റലി ട്രാൻസ്ഫോം ദി കെമിസ്ട്രി, എസ്റ്റാബ്ലിഷിംഗ് ഇറ്റ് ആസ് എ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് എക്സ്പെരിമെന്റൽ സയൻസ്. അപ്പൊ അത് റോബർട്ട് ബോയിലിന്റെ വർക്ക് കെമിസ്ട്രിയെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് എക്സ്പെരിമെന്റൽ സയൻസിലേക്ക് മാറ്റി. His contributions to gas laws, the definition of elements and scientific methodology remain relevant and influential. നമുക്കൊരു 2 മാർക്കിന്റെ what is the role of Boyle in evolution of chemistry എന്ന് വെച്ചാൽ ഈ 2 പോയിന്റ്സ് നമുക്ക് എഴുതിയാൽ മതി.
കെമിസ്ട്രിയെ ആൽക്കമിയിൽ നിന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് എക്സ്പെരിമെന്റൽ സയൻസ് ആക്കി മാറ്റി. പിന്നെ ഹി കോൺട്രിബ്യൂട്ടഡ് ടു ഗ്യാസ് ലോസ്, ഹി ഗേവ് ഡെഫിനിഷൻ ഫോർ എലമെന്റ്സ് ആൻഡ് സയന്റിഫിക് മെത്തഡോളജി. അപ്പൊ അതൊക്കെ ഇപ്പോഴും റെലവെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് റോബർട്ട് ബോയിൽ. ഇനി അടുത്ത ആള് ജോസഫ് പ്രീസ്ലി. നമുക്കറിയാം ഓക്സിജൻ ഡിസ്കവർ ചെയ്ത മനുഷ്യൻ. അപ്പോൾ ഹി വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. ജോസഫ് പ്രീസ്ലി മെയ്ഡ് സെവറൽ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു ദ എവല്യൂഷൻ ഓഫ് കെമിസ്ട്രി വിച്ച് ഹെൽപ്ഡ് ലേ ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ കെമിക്കൽ സയൻസ്. അപ്പൊ എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് എന്ന് നോക്കാം. ഇംഗ്ലണ്ടിലെ സയന്റിസ്റ്റ് ആണ്. ഡിസ്കവറി ഓഫ് ഓക്സിജൻ, ആദ്യത്തെ കോൺട്രിബ്യൂഷൻ ഡിസ്കവറി ഓഫ് ഓക്സിജൻ ആണ്. He discovered oxygen by heating mercuric oxide and collecting the gas that was released. Mercuric oxide ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസിനെ കളക്ട് ചെയ്തിട്ട് അതിനെ പഠിച്ചപ്പോഴാണ് അതിന് ഓക്സിജൻ എന്നുള്ള പേര് കൊടുക്കാൻ പറ്റിയത്. This discovery debunked the phlogiston theory and led to a better understanding of combustion and respiration. Okay, phlogiston theory എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഒരു സബ്സ്റ്റൻസ് കത്തുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഉള്ളിലെ ഒരു സാധനം പുറത്തേക്ക് വരുമ്പോഴാണ്. ആ പുറത്തേക്ക് വരുന്ന സാധനത്തിനെയാണ് ഫ്ലോജിസ്റ്റോൺ എന്ന് പറയുന്നത്. ആ ഫ്ലോജിസ്റ്റോൺ ഒരു സബ്സ്റ്റൻസിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ആഷ്. അങ്ങനെയായിരുന്നു അതുവരെ ചിന്തിച്ചിരുന്നത്. അപ്പൊ പ്രീസ്ലിയാണ് ഈ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയും ഓക്സിജന്റെ റോള്, കമ്പസ്റ്റനിൽ ഓക്സിജന്റെ റോൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. ഇനി അതർ ഗ്യാസസ് വെർ ഓൾസോ ഐഡന്റിഫൈഡ്. നൈട്രസ് ഓക്സൈഡ്, അമോണിയ, പിന്നെ അതുകൂടാതെ നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഈ ഗ്യാസസ് എല്ലാം തന്നെ ഐഡന്റിഫൈ ചെയ്തതും പ്രീസ്ലിയാണ്. ഇനി അടുത്തത് കെമിക്കൽ നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ കെമിക്കൽ സബ്സ്റ്റൻസസിനെ പേര് കൊടുക്കുന്നതും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനും ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് കൊണ്ടുവന്നത് പ്രീസ്ലിയാണ്. Priestley contributed to the development of chemical nomenclature, helping to standardize the name of chemical substances. അപ്പോൾ ഇപ്പൊ അറിയാലോ നമുക്ക് സോഡിയം ക്ലോറൈഡ്, ആദ്യം സോഡിയം ആണ് പറയുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ക്ലോറിൻ പറയുന്നത്, അല്ലാതെ ക്ലോറിൻ അല്ല ആദ്യം പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവന്നത് പ്രീസ്ലിയാണ്. പിന്നെ എലമെന്റ് ലിസ്റ്റ് കമ്പൈൽ ചെയ്തു എന്നുള്ളതും അടുത്ത ഒരു കോൺട്രിബ്യൂഷനാണ്. ഏതൊക്കെ എലമെന്റ്സ് ആണുള്ളത് എന്നുള്ളത് പുള്ളി കമ്പൈൽ ചെയ്തു. അടുത്ത കോൺട്രിബ്യൂഷൻ ന്യൂമാറ്റിക് കെമിസ്ട്രിയാണ്. നാലാമത്തെ കോൺട്രിബ്യൂഷൻ ആണ് ന്യൂമാറ്റിക് ട്രഫ്. ഡെവലപ്ഡ് ആൻഡ് യൂസ് ദ ന്യൂമാറ്റിക് ട്രഫ് ഫോർ കളക്ടിങ് ഗ്യാസസ്. പ്രഷറിനെ ബേസ് ചെയ്തിട്ട് ഗ്യാസിനെ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെസലിനെയാണ് ന്യൂമാറ്റിക് ട്രഫ് എന്ന് പറയുന്നത്. ഈ ഗ്യാസ് എക്സ്പെരിമെന്റ്സ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ ഈ ന്യൂമാറ്റിക് ട്രഫാണ് പ്രീസ്ലിയെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ന്യൂമാറ്റിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഫീൽഡ് തന്നെ വന്നത് പ്രീസ്ലിയുടെ ഈ ന്യൂമാറ്റിക് ട്രഫ് കൊണ്ടാണ്. അപ്പൊ ഇതാണ് 4 കോൺട്രിബ്യൂഷൻസ് ഓഫ് ജോസഫ് പ്രീസ്ലി. അപ്പൊ ഇതിന് എങ്ങനെയാണ് ഈ പ്രീസ്ലിയുടെ കോൺട്രിബ്യൂഷൻസ് ഫ്യൂച്ചർ സയന്റിസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? Priestley collaborated with Lavoisier. His work influenced Anton Lavoisier, who further developed the understanding of oxygen and his role in combustion and respiration. അപ്പോൾ പ്രീസ്ലി ഓക്സിജൻ കണ്ടുപിടിച്ചു, ലാവോസിയർ അതിന് പേര് കൊടുത്തു. ഇതെല്ലാം ഇവർ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത്. Priestley's discoveries and methods laid the groundwork for future research in chemistry and inspired many scientists. പല സയന്റിസ്റ്റിനെയും ഇൻസ്പയർ ചെയ്യാൻ പ്രീസ്ലിക്ക് സാധിച്ചു. ഇനി നമുക്ക് അടുത്തത് ഈ ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.